ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും ഡിന്നറായും ഒക്കെ ഉപയോഗിക്കാനും പറ്റും. വേണമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ടിഫിനിൽ കൊടുത്തുവിടാനും പറ്റിയ അത്ര നല്ലൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്ര നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ. ഇതിനു വേണ്ടി ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അത് 240 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിന് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒഴിച്ചത് ചെറു ചൂടുവെള്ളമാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ കറക്റ്റ് അതിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കുഴച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെക്കണം. ഒത്തിരി നേരമൊന്നും ആവശ്യം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നൊരു മിക്സ് ഉണ്ടാക്കുന്ന അത്ര നേരം മാത്രമേ ഞാനിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. ഒരു മാക്സിമം പോയ 5-10 മിനിറ്റ് അത്ര മാത്രം ആവശ്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള മിക്സിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ 1-2 മുട്ട ചേർക്കാം കേട്ടോ, അതിന് കുഴപ്പമില്ല. അതിന് പിന്നെ അതിനകത്തോട്ട് ചേർക്കാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്. ഞാനിവിടെ എരിവ് കുറച്ചാണ് ചേർത്തേക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടിയോ അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മുട്ടയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ്, ആ മുട്ടയ്ക്കും ഈ മിക്സിന് മാത്രം ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഇപ്പം നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആട്ടമാവ് എടുക്കാം. കണ്ടു, ഇപ്പോൾ നല്ലപോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുക വെള്ളം വല്ലതും കൂടി പോകുന്നതിന് കുറച്ചും കൂടി ഒന്ന് നോക്കണേ. എൻ്റെ ആട്ടം എങ്ങനെ കറക്റ്റ്, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കത്തക്ക രീതിയിൽ വെള്ളമൊക്കെ വരാവുള്ളൂ കേട്ടോ. അതുപോലെ നല്ലപോലെ വേണം ഇതിന് കുഴച്ച് എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതൊരു 6 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഒരു ചെറുനാരങ്ങയുടെയോ അല്ലെങ്കിൽ ഒരു വലിപ്പത്തിലാണല്ലോ നമ്മളിത് സാധാരണ ഒരു ചപ്പാത്തിയുടെ ആ ഒരു അളവിലാണ് ഞാൻ മാവെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 6 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ഒന്ന് പരത്തുന്നുണ്ട്. ഞാനിതൊരു സാധാരണ ചപ്പാത്തിയുടെ അത്രയും വരെ പരത്തുന്നില്ല, ഒരു 3/4 ഭാഗത്തോളം പരത്തി ഒരെണ്ണം അങ്ങ് മാറ്റി വെക്കുവാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് ഒരെണ്ണം കൂടി ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി നമ്മളിപ്പോൾ ഈ പരത്തിയതിനകത്തേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് കുറച്ച് ചപ്പാത്തിയുടെ മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിനെ രണ്ടിനെയും കൂടി ഒന്നിച്ച് വെച്ചിട്ട് വേണം ഫുള്ളായിട്ട് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ പരത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മാക്സിമം ഇത് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. മറ്റ് പോലെയല്ല, കുറച്ചും കൂടി നമ്മൾ തിന്നാക്കിയാണ് പരത്തിയെടുക്കുന്നത്. അത് കഴിഞ്ഞത് ഞാനിപ്പോൾ ദോശക്കല്ലിൽ ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ 2 സൈഡിൻ്റെയും ഔട്ടർ സൈഡ് മാത്രമാണ് വേവിച്ചെടുക്കുന്നുള്ളൂ. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ആദ്യത്തെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് മാവിട്ടേക്കുന്നത് കൊണ്ട് അതിങ്ങനെ വിട്ട് വരുന്നുണ്ടേ. അപ്പോൾ നമ്മൾ 2 സൈഡ് പുറത്തെ 2 സൈഡ് നമ്മളിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അകത്തെ സൈഡ് വെന്തിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഈ വെന്ത സൈഡിനെ അകത്ത് വെച്ചിട്ട് വേകാത്ത സൈഡിനെ പുറത്താക്കും. അപ്പം വെന്ത സൈഡിലോട്ട് നമ്മൾ ഈ നേരത്തെ കൂട്ടി വെച്ചിരിക്കുന്ന മിക്സ് കുറേശ്ശെ 1 സ്പൂണോ, അപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ, അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. ഇപ്പോൾ സൈഡിൽ കൂടി വേണമെങ്കിൽ ഇച്ചിരി ഓയിൽ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. കാരണം അത് ആയിട്ടേക്കൊക്കെ നന്ന പോലെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മസ്റ്റൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ അല്ലാതെ ചെയ്തപ്പോഴും കുഴപ്പമില്ലാതിരുന്നു. ഓയിൽ തേക്കാം, ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടായിരിക്കുന്ന ദോശക്കല്ലിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ നമ്മൾ പൊക്കത്തിൽ തേച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഈ താഴത്തെ സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നല്ലപോലെ ആ സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഒന്നും കൂടി മൊരിയുന്നത് വരെ നമുക്ക് ദോശ വെച്ചാൽ മതി. കണ്ടോ, അപ്പുറത്തെ സൈഡ് നമ്മുടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മിക്സ് ഇതിനകത്ത് വെച്ചേക്കുന്നത് കൊണ്ട് വേറെ കറിയോ ഒന്നും ആവശ്യമില്ല. കണ്ടോ, എത്ര എളുപ്പത്തിലല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഞാൻ 2 ഒന്നിച്ച് പരത്തുന്നത് കൊണ്ട് തന്നെ പരത്തിൻ്റെ സമയവും വളരെ പെട്ടെന്ന് ലാഭിക്കാൻ പറ്റും. നേരത്തെ ഉണ്ടാക്കിയ പോലെ ഞാൻ ഒരെണ്ണവും കൂടി ഇപ്പോൾ ഉണ്ടാക്കിയതാണിത്. അങ്ങനെ രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിലാണ്, നല്ലപോലെ മൊരിഞ്ഞാണ് വരുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്. കഴിക്കാനാകുമ്പോഴത്തേക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഐറ്റം വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.